നമ്മുടെ കുട്ടികൾ റിട്ടയർ ചെയ്യുന്ന ഒരു കാലത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നുണ്ടോ എന്ന് കെൻ റോബിൻസൺ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായിട്ടുള്ളൊരു ടോക്കിൽ ചോദിക്കുന്നുണ്ട്. 2020-കളിൽ ഇപ്പോൾ 8-ലും 9-ലും 10-ലും എല്ലാം പഠിക്കുന്ന അവർ റിട്ടയർ ചെയ്യുന്നൊരു കാലം എന്നുള്ളത് 2050-കളിലും 60-കളിലും ആയിരിക്കും. അപ്പോൾ അവർക്ക് മുമ്പിലുള്ള ലോകം എന്നുള്ളത് ഇന്ന് നമ്മൾ കാണുന്ന ലോകമേ ആവില്ല. കഴിഞ്ഞ 10 വർഷം കൊണ്ട് എന്തെല്ലാം മാറ്റങ്ങളാണ് ഈ ലോകത്ത് വന്നത് എന്ന് അറിയാവുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. എങ്കിൽ അടുത്തൊരു 30 വർഷം കൊണ്ട് 40 വർഷം കൊണ്ട് ഇതിലും എന്തെല്ലാമോ മാറ്റങ്ങൾ, വലിയ വലിയ മാറ്റങ്ങൾ നമ്മുടെ ലോകത്ത് വരാനുണ്ട്. തീർച്ചയായും അവർ അപ്ഡേറ്റഡ് ആവണം. പലപ്പോഴും അവർ പഠിക്കുന്ന സ്കൂളോ അവർക്ക് പഠിപ്പിക്കപ്പെടുന്ന സിലബസോ അവർ അപ്ഡേറ്റഡ് ആക്കുന്നില്ല. വളരെ സാമ്പ്രദായികമായ കാര്യങ്ങൾ മാത്രമാണ് അവർ അതിലൂടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് മാത്രമല്ല, പലപ്പോഴും ഹയർ എഡ്യൂക്കേഷനെ കുറിച്ച്, നാളെയുടെ ലോകത്ത് ജീവിക്കേണ്ട നമ്മുടെ മക്കൾ അതിനെക്കുറിച്ച് അത്രത്തോളം അവെയറുമല്ല. നാളെ 2050-കളിലും 60-കളിലും അവരെ ജീവിക്കാൻ പ്രാപ്തരാക്കുന്ന, അല്ലെങ്കിൽ അവരെ വേൾഡിൻ്റെ ലീഡേഴ്സാക്കി മാറ്റാവുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പോയി പഠിക്കുക എന്നുള്ളതാവണം അവരുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ലക്ഷ്യം. എന്നാൽ കേവലം ചില പരീക്ഷകളിലെ മാർക്കുകളിൽ അല്ലെങ്കിൽ A+കളിൽ മാത്രം കെട്ടിയൊതുങ്ങി നിൽക്കുന്നതാണ് നമ്മുടെ കുട്ടികളുടെ സ്വപ്നങ്ങൾ. കഴിഞ്ഞ 2 ആഴ്ചക്കാലം സ്റ്റെം ജീനിയസ് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. വളരെ വ്യത്യസ്തമായ ഈ ഒരു പഠന രീതിയിലൂടെ നമ്മൾ ചെയ്യാൻ ശ്രമിച്ചത് അവരുടെ സ്വപ്നങ്ങൾ വിശാലമാക്കുക എന്നതാണ്. സ്വപ്നങ്ങൾ വിശാലമായിട്ട് മാത്രം കാര്യമില്ല. പല ആളുകൾക്കും പല ആഗ്രഹങ്ങളും ഉണ്ടാകും. 16 ലക്ഷം ആളുകളാണ് NEET UG എക്സാമിന് MBBS ലക്ഷ്യമാക്കിക്കൊണ്ട് എഴുതുന്നത്. JEE എക്സാം 12 ലക്ഷം ആളുകൾ എഴുതുന്നു, വെറും 20,000 സീറ്റിന് വേണ്ടിയിട്ട്. എന്നാൽ ആർക്കാണ് ആ 12 ലക്ഷത്തിൽ ആ 20,000-ൽ പെടാൻ സാധിക്കുക, അല്ലെങ്കിൽ 16 ലക്ഷത്തിൽ 30,000-ൽ പെടാൻ സാധിക്കുക? അത് വളരെ സിസ്റ്റമാറ്റിക്കായി ആ പരീക്ഷയ്ക്ക് വേണ്ടി കൃത്യമായി ഒരുങ്ങുന്ന ആളുകൾക്കാണ്. കേവലം A+കൾക്ക് വേണ്ടി പഠിച്ചത് കൊണ്ട് മാത്രം നമുക്ക് കോമ്പറ്റീറ്റീവ് എക്സാംസ് ക്രാക്ക് ചെയ്യാൻ സാധിക്കില്ല. MBBS ലഭിക്കണമെങ്കിൽ അതിന് ലക്ഷ്യം വെച്ച് പഠിക്കണം. IITയിൽ പോകണമെങ്കിൽ അതിന് ലക്ഷ്യം വെച്ച് അതിൻ്റെതായ രീതിയിൽ പഠിക്കണം. ഇങ്ങനെ നമ്മുടെ പഠനത്തിൽ സമൂലമായ മാറ്റം കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് അത്തരം പരീക്ഷകൾ എത്തിപ്പിടിക്കാനും അവിടങ്ങളിൽ എത്തിപ്പെടാനും സാധിക്കുകയുള്ളൂ. നമുക്ക് അറിയാവുന്നൊരു കാര്യം, മറ്റ് സംസ്ഥാനങ്ങളിൽ ചെന്നാൽ നമ്മുടെ കുട്ടികൾ കോമ്പീറ്റ് ചെയ്യുന്നത് കേരളത്തിലെ കുട്ടികളോടോ അവരുടെ സ്കൂളിലെ കുട്ടികളോടോ അവരുടെ ജില്ലയിലെ കുട്ടികളോടോ അല്ലല്ലോ. രാജസ്ഥാനിലെ കോട്ടയിൽ നിന്നും തെലങ്കാനയിലെ ഹൈദരാബാദിൽ നിന്നെല്ലാം വരുന്ന, ഡൽഹിയിൽ നിന്നെല്ലാം വരുന്ന കുട്ടികളോടാണ്. അവരെല്ലാം വളരെ നേരത്തെ ഈ എക്സാംസിന് വേണ്ടി പ്രിപ്പറേഷൻ തുടങ്ങുന്ന ആളുകളാണ്. എന്നാൽ നമ്മൾ പലപ്പോഴും കുറ്റകരമായ അനാസ്ഥയാണ് കാണിക്കാറുള്ളത്. കേവലം ട്യൂഷന് മാത്രം നമ്മുടെ കുട്ടികളെ പറഞ്ഞയക്കുന്നു. അതിന് മാത്രം അത് മാത്രം ഒരു ആവശ്യമായി നമ്മൾ കാണുന്നു. എന്നാൽ ഉന്നതമായ ലക്ഷ്യങ്ങളുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭാവിയിലേക്കുള്ള പ്രിപ്പറേഷൻ എത്രയും നേരത്തെ തുടങ്ങുന്നു അത്രയും സിമ്പിളായി, അത്രയും ഈസിയായി അവർക്ക് പ്രഷറൊന്നുമില്ലാതെ അവർക്ക് പഠിക്കാൻ സാധിക്കും. +1 +2-ന് ശേഷം റിപ്പീറ്റിംഗ് ചെയ്തിട്ട് എന്നിട്ട് IITയിൽ പോവാം, MBBSന് പോകാം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് 1 വർഷം കൊണ്ട് കഴിഞ്ഞ 5 വർഷത്തെ പാഠഭാഗങ്ങൾ മുഴുവൻ റിവൈസ് ചെയ്യുക എന്ന വലിയൊരു ടാസ്ക്കാണ് അവർക്ക് കൊടുക്കുന്നത്. എന്നാൽ നമ്മൾ ഇപ്പോഴേ ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ അതിനുള്ള പ്രിപ്പറേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ കുട്ടികൾക്ക് അത് വളരെ ആസ്വാദ്യകരമായി, വളരെ വലിയ പ്രഷറുകളില്ലാതെ അവർക്ക് പഠിക്കാൻ സാധിക്കും. സ്റ്റെം ജീനിയസിൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കഴിഞ്ഞ 2 ആഴ്ച ലഭിച്ചതാണ്. ഇവിടെ ക്ലാസ്സുകൾ എടുക്കുന്നത് IITians ആയിട്ടുള്ള, ഡോക്ടേഴ്സ് ആയിട്ടുള്ള, NITians ആയിട്ടുള്ള ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള ആളുകളാണ്. കുട്ടികൾക്ക് അവരുടെ മെൻറ്റർഷിപ്പ് ലഭിക്കുകയാണ്. ഏത് സമയത്തും ഈ ഫാക്കൽറ്റീസ് അവരുടെ ഡൗട്ട് ക്ലിയറൻസ്, അത് ഒരു അക്കാഡമിക് ഡൗട്ട് ക്ലിയറൻസ് ആവട്ടെ, അവരുടെ കരിയർ വൈസ് ഒരു ഗോൾ സെറ്റ് ചെയ്യുന്നതിൽ ആവട്ടെ, എന്തിനും ഈ ഫാക്കൽറ്റീസ് അവൈലബിൾ ആണ്. അതുകൂടാതെ ഒരു പേഴ്സണൽ മെൻറ്ററെ ഏത് സമയത്തും അവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന, അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന, പലപ്പോഴും പാരൻസ് എന്ന നിലയിൽ പല കാര്യങ്ങളിലോട്ട് നമ്മുടെ ശ്രദ്ധ എത്താറില്ല. പല പാരൻസിനും അറിയില്ല എങ്ങനെ കുട്ടികളെ ഗൈഡ് ചെയ്യണം, എന്തെല്ലാം കോമ്പറ്റീറ്റീവ് എക്സാംസ് ആണ് ഉള്ളത്, അതിനെല്ലാം എങ്ങനെയെല്ലാം പ്രിപ്പയർ ചെയ്യണം, ഇന്ന പരീക്ഷകൾക്കുള്ള അപ്ലിക്കേഷൻ ടൈം എപ്പോഴാണ്, ഏതൊക്കെ പരീക്ഷകൾ നമ്മുടെ കുട്ടികൾ എഴുതണം, ഇതൊന്നും പലപ്പോഴും രക്ഷിതാക്കൾക്ക് അവെയർ അല്ല. അവരവരുടെ ജീവിത തിരക്കുകളാണ്, അല്ലെ, സ്വാഭാവികമാണ്. അങ്ങനെയുള്ള സമയങ്ങളിൽ കുട്ടികളെ കൃത്യമായി ശ്രദ്ധിക്കാവുന്ന മെന്റേഴ്സ്, അവരുടെ മനഃശാസ്ത്രം അറിയുന്ന, അവരോട് വളരെ നല്ല രീതിയിൽ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന, അവരെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന മെന്റേഴ്സ് അവരുടെ കൂടെ കഴിഞ്ഞ 2 ആഴ്ച ഉണ്ടായിരുന്നു.
അതുപോലെ തന്നെ വളരെ ശാസ്ത്രീയമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ രീതിയാണ്. അധിക സമയങ്ങളൊന്നും എടുക്കാതെ മണിക്കൂറുകളുടെ ലൈവ് അല്ലെങ്കിൽ റെക്കോർഡഡ് ക്ലാസ്സുകൾക്ക് പകരം 5-6 മിനിറ്റുകളുടെ ചെറിയ ചെറിയ ക്ലാസ്സസ് ആക്കി അതിനുശേഷം അതിൻ്റെ അസസ്മെൻറ്റുകൾ കുട്ടികൾക്ക് നൽകിക്കൊണ്ട് നടത്തുന്ന ഒരു വളരെ കൃത്യമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ളൊരു പഠന രീതിയാണ് ഈ ഒരു സാൻഡി ലേണിങ്ങിൻ്റെ സ്റ്റെം ജീനിയസ് ഫൗണ്ടേഷൻ കോഴ്സിൽ ഞങ്ങൾ അനുവർത്തിച്ചു പോരുന്നത്. അപ്പോൾ തീർച്ചയായും ഇതിൻ്റെ ഒരു തുടർ പഠനത്തിന് നിങ്ങളെ ഞങ്ങളുടെ കൂടെ കാണാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. 8th സ്റ്റാൻഡേർഡിന് 18,990 9th സ്റ്റാൻഡേർഡിന് 21,990 അതിൽ ₹5,000 ഡിസ്കൗണ്ട് നമ്മുടെ ഫ്രീ ബാച്ചിലൂടെ വന്ന കുട്ടികൾക്കൊക്കെ നൽകുന്നുണ്ട്. അപ്പോൾ എഫക്റ്റീവ് ഫീ 8th സ്റ്റാൻഡേർഡിന് 13,990 9th സ്റ്റാൻഡേർഡിന് 16,990 അപ്പോൾ ഒരു മാസം മാക്സിമം ഒരു 1,400 രൂപയാണ് നിങ്ങൾക്ക് ഇതിൽ ചിലവ് വരുന്നത്. എന്ന് മാത്രമല്ല അതിന് നിങ്ങൾക്ക് ഈ പറഞ്ഞ സൗകര്യങ്ങളെല്ലാം ഞങ്ങളുടെ ആപ്പും അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സുകളും റെക്കോർഡഡ് ക്ലാസ്സുകളും IITians ഡോക്ടേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ അവരുടെ മെൻറ്ററിങ്ങും പേഴ്സണൽ മെൻറ്റർഷിപ്പും അതുകൂടാതെ നിങ്ങളുടെ വീടുകളിലേക്ക് ടെക്സ്റ്റ് ബുക്സും വർക്ക് ഷീറ്റ്സും എത്തുന്നതാണ്. കഴിഞ്ഞ ഒരു 15 വർഷത്തെ കോമ്പറ്റേറ്റീവ് എക്സാംസിൻ്റെ പേപ്പേഴ്സ് അനലൈസ് ചെയ്ത് 8, 9, 10 ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ചെയ്യാവുന്ന രീതിയിലാണ് വർക്ക് ബുക്സ് ഉണ്ടാക്കിയിട്ടുള്ളത്. എന്ന് മാത്രമല്ല ഈ ഒരു കോഴ്സിന് ചേരുന്ന ആളുകൾക്ക് വേറൊരു ട്യൂഷൻ്റെ ആവശ്യം ഉണ്ടാവില്ല. എല്ലാ കാര്യങ്ങളും ഇവിടെ കവർ ചെയ്യുന്നതാണ്. ട്യൂഷന് പുറമെയാണ് ട്യൂഷൻ ക്ലാസ്സുകൾക്ക് പുറമെയാണ് ഈ ഫൗണ്ടേഷൻ പ്രോഗ്രാം ഒരു കോമ്പറ്റേറ്റീവ് എക്സാംസ് ഓറിയൻറ്റഡ് ആയി നമ്മൾ നൽകുന്നത്. അപ്പോൾ ഇത് വലിയൊരു അവസരമാണ് നമ്മുടെ കുട്ടികൾക്ക്, അവരുടെ ഫ്യൂച്ചറിലോട്ടുള്ള വലിയ അവസരമാണ്. ഒരു സാമ്പ്രദായികമായ ട്യൂഷനുകൾക്കപ്പുറം അതിൻ്റെ എല്ലാം പ്രസക്തി ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. എല്ലാവർക്കും A+ എന്നുള്ളത് എല്ലാവർക്കും ലഭിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കുട്ടികൾ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് കേവലം ട്യൂഷൻ കൊണ്ട് മാത്രം അല്ലെങ്കിൽ അവരുടെ ഒരു സെൽഫ് സ്റ്റഡി കൊണ്ട് മാത്രം കാര്യമില്ല. വിദഗ്ധരുടെ ഗൈഡൻസും അതോടൊപ്പം കൃത്യമായിട്ട് അതിന് പഠിക്കേണ്ട രീതിയിൽ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കുട്ടികൾ തയ്യാറാവേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സാണ് സാൻഡി ലേണിങ്ങിൻ്റെ സ്റ്റെം ജീനിയസ് ഫൗണ്ടേഷൻ കോഴ്സ്. 2 ആഴ്ചക്കാലം ഒരുപാട് നല്ല ഫീഡ്ബാക്കുകളാണ് നിങ്ങൾ എല്ലാവരും തന്നത്. ഒരുപാട് പോസിറ്റീവ് ഫീഡ്ബാക്സ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ലഭിച്ചു. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ കൂടെ ഉണ്ടാവുക എന്നുള്ളത് ഞങ്ങൾക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. സോ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് 6,000 രൂപ അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. വിവരങ്ങൾ നിങ്ങളുടെ മെൻറ്ററിനെ അറിയിക്കുക, അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെയുള്ള ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് സംസാരിക്കാവുന്നതാണ്. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലും ഈ ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ ഇനിയുള്ള ഒരു വർഷം നമ്മുടെ കുട്ടികളെല്ലാവരും സ്റ്റെം ജീനിയസിന്റെ കൂടെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. സാൻഡി ലേണിംഗ്, ബെറ്റർ ഫൗണ്ടേഷൻ, ബ്രൈറ്റർ ഫ്യൂച്ചർ.